لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي وما توفيقي إلا بالله وعليه توكلت وإليه أنيب. أيها الإخوان والأخوات، أوصيكم عباد الله ونفسي أولا بتقوى الله. قال الله سبحانه وتعالى في كلامه العزيز: أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قد كان لكم آية في فئتين التقتا، فئة تقاتل في سبيل الله وأخرى كافرة يرونهم مثليهم رأي العين والله يؤيد بنصره من يشاء إن في ذلك لعبرة لأولي الأبصار. സദഖല്ലാഹുൽ അദീം. സത്യവിശ്വാസികളായ സഹോദരന്മാരെ, സഹോദരികളെ, സർവാധിനാഥനായ പടച്ചറബിൻ്റെ കൽപ്പനകളും നിരോധനങ്ങളും കഴിവതും മുഴുവൻ ജീവിതത്തിലും പാലിച്ച് തഖ്വ നിറഞ്ഞ വിശുദ്ധ ജീവിതം നയിക്കണം എന്ന് അതേപോലെ ഇന്നും ആദ്യമായി ഞാൻ എന്നോടും ശേഷം നിങ്ങൾ ഓരോരുത്തരോടും അതർഹിക്കുന്ന ഗൗരവത്തിൽ വസിയ്യത്ത് ചെയ്യുകയാണ്. പടച്ചറബ് അവനെ മാത്രം ആരാധിച്ചും അനുസരിച്ചും വിധേയപ്പെട്ടും മുത്തഖികളായി ജീവിക്കാനുള്ള സൗഭാഗ്യം നൽകി നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വിശുദ്ധ റമദാനിൻ്റെ വളരെ പവിത്രമായ ഒരു ജുമുഅ ദിനത്തിലാണ് നമ്മളെല്ലാവരും ഉള്ളത്. റമദാൻ വളരെ വേഗതയിൽ നമ്മളിൽ നിന്ന് കടന്നു പോവുകയാണ്. ഏകദേശം പകുതി ആവുകയാണ്. 13ാമത്തെ നോമ്പാണ് നമ്മൾ ഇന്ന് അനുഷ്ഠിച്ചിട്ടുള്ളത്. ശുദ്ധ റമദാനിലൂടെ നമ്മൾ ആർജിച്ചെടുക്കേണ്ടുന്ന ഒട്ടേറെ കാര്യങ്ങളുണ്ട് എന്ന് കടന്നുപോയ ഖുതുബകളിലൂടെയും നമ്മൾ സൂചിപ്പിച്ചു പോയതാണ്. തഖ്വയും മഗ്ഫിറത്തും സ്വർഗപ്രവേശനവും ഒക്കെ നേടിയെടുക്കേണ്ടുന്ന, ഇനി ജീവിതത്തിൽ ഒരിക്കലും ഒരുപക്ഷെ മടങ്ങി വരാൻ സാധ്യതയില്ലാത്ത ദിനരാത്രങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് എന്ന ബോധം നമുക്കെല്ലാവർക്കും ഉണ്ടാകണം. വിശുദ്ധ ഖുർആനോട് കൂട്ടുകൂടാനും വിശുദ്ധ ഖുർആനെ ഹൃദയത്തിൽ ഏറ്റുവാങ്ങാനും ഒക്കെ കഴിയുമ്പോഴാണ് ഈ വിശുദ്ധ റമദാൻ സാർത്ഥകമായ റമദാനായി മാറുകയുള്ളൂ. കേവലാർത്ഥത്തിൽ റമദാൻ കടന്നുപോയി എന്നതുകൊണ്ട് മാത്രം റമദാൻ ഒരു മനുഷ്യന് ഉപകാരപ്പെട്ടു കൊള്ളണം എന്ന് യാതൊരു നിർബന്ധവുമില്ല. അതുകൊണ്ട് വീണ്ടും എനിക്ക് എന്നോടും നിങ്ങളോടും വസിയ്യത്ത് ചെയ്യാനുള്ളത്, നമ്മളിത് അതീവ ഗൗരവതരമായി വിശുദ്ധ റമദാനിനെ പരിഗണിക്കണം എന്ന് തന്നെയാണ്. നിരന്തരമായി നമ്മൾ പ്രാർത്ഥിക്കേണ്ടതും അത് തന്നെയാണ്. അല്ലാഹുവേ, ഈ കടന്നു പോകുന്ന വിശുദ്ധ റമദാനിനെ ഞങ്ങളുടെ പാപമോചനത്തിൻ്റെയും സ്വർഗപ്രവേശനത്തിൻ്റെയും നരകമോചനത്തിൻ്റെയും ദുനിയാവിലെയും ആഖിറത്തിലെയും നിന്റെ കാരുണ്യത്തിൻ്റെയും ഒക്കെ കാരണമായി തീരുമാറും. പടച്ചോനെ, ഈ വിശുദ്ധ റമദാനിനെ ഏറ്റവും മനോഹരമായി നല്ല തഖ്വയോടെ തൗബയുടെ ഹൃദയാവസ്ഥയിൽ ഉൾക്കൊള്ളാനും അതിനെ ഉപയോഗപ്പെടുത്താനും ഒക്കെയുള്ള ഉദവി നൽകി പടച്ചവനെ ഞങ്ങൾ നീ അനുഗ്രഹിക്കണേ തമ്പുരാനെ. എപ്പോഴും നമുക്കുണ്ടാകേണ്ടുന്ന പ്രാർത്ഥനയാണിത്. വിശുദ്ധ റമദാൻ തഖ്വയെക്കുറിച്ചൊക്കെ നമ്മൾ പറയുമ്പോഴും റമദാൻ നമ്മുടെ മുന്നിലേക്ക് പകർന്നു വെക്കുന്ന ഒരുപാട് ഓർമ്മകളുണ്ട്. ആ ഓർമ്മകളിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് റമദാൻ 17 ഹിജറ 2-ാം വർഷത്തെ റമദാൻ 17 സാക്ഷ്യം വഹിച്ച ബദറിന്റെ പവിത്രമായ ഓർമ്മകൾ. ബദർ കേവലം ഒരു ചരിത്രം മാത്രമല്ല, നമ്മളിങ്ങനെ അനുസ്മരിച്ചു പോകേണ്ടുന്ന കേവലം ഒരു ചരിത്രം മാത്രമല്ല ബദർ എന്ന് പറയുന്നത്. പഠിക്കാൻ അത്രമാത്രം പാഠങ്ങളുള്ള, ഓരോ കൊല്ലവും നമ്മളെ ശരിക്കൊന്ന് പുതുക്കി പണിയേണ്ടുന്ന, അല്ലെങ്കിൽ പുതുക്കി പണിയേണ്ടതുണ്ട് എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുന്ന ഓർമ്മകളാണ് ബദറിന്റെ ഓർമ്മകൾ എന്ന് പറയുന്നത്. അപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത്,
അതേതോ അമാനുഷ്യരായ മനുഷ്യർ എന്നല്ല അവരെ കുറിച്ച്. നമ്മളെപ്പോലെയൊക്കെ തന്നെയുള്ള മനുഷ്യരാണ്. നമ്മളെപ്പോലെ വീടും കുടുംബവും ചുറ്റുവട്ടങ്ങളും കൃഷിയും കച്ചവടവും ഒരുപാട് തിരക്കുകളും ഒക്കെ ഉള്ള മനുഷ്യരാണ്. അപ്പൊ ആ മനുഷ്യരെ ബദറിലേക്ക് എത്തിക്കുന്ന കരുത്തരും ധീരരുമായ ആളുകളാക്കി, അള്ളാഹുവുമായി അത്രമാത്രം ഗാഠമായ ബന്ധമുള്ള മനുഷ്യരാക്കി എങ്ങനെ പരിവർത്തിപ്പിച്ചു എന്നതാണ് അതിൽ നിന്ന് നമ്മൾ അന്വേഷിക്കുകയും കണ്ടെത്തുകയും ഒക്കെ ചെയ്യേണ്ടുന്ന സുപ്രധാനമായ സംഗതി. ബദറിന്റെ ചരിത്രം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അത് വിശദീകരിക്കാൻ പറ്റുന്ന സന്ദർഭമല്ല ഖുത്ബയുടെ വേള എന്ന് പറയുന്നത്. ബദറിൽ നിന്ന് നമ്മൾ ഉൾക്കൊള്ളേണ്ടുന്ന പാഠങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെ കുറിച്ചുള്ള ചില സൂചനകൾ മാത്രം നമുക്ക് പങ്കുവെക്കാനൊക്കെ യഥാർത്ഥത്തിൽ സാധിക്കുകയുള്ളൂ. നമ്മൾ അവരെ വെച്ച് നമ്മളൊന്ന് താരതമ്യം നടത്തേണ്ടതുണ്ട്. ബദറിന്റെ ഓർമ്മകൾ എന്ന് പറയുന്നത് നിറഞ്ഞ ഈമാനിന്റെ ഓർമ്മയാണ്. നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത വിധം നമ്മൾ ആ ഈമാൻ കൊണ്ടേ നമ്മൾ രക്ഷപ്പെടുകയുള്ളൂ കേട്ടോ. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറയിൽ സഹാബാക്കളുടെ ഈമാനിനെ കുറിച്ച് നമ്മളോടൊന്ന് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അവിടെ എടുത്തു പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതി എന്ന് പറയുന്നത്, വഇദാ ഖീല ലഹും ആമിനൂ കമാ ആമനന്നാസ്, ആ ജനങ്ങൾ മുഅ്മിനീങ്ങളായതുപോലെ നിങ്ങളും മുഅ്മിനീങ്ങളാകണം എന്ന് അവരോട് പറയപ്പെട്ടാൽ, ഖാലു, അവർ ചോദിക്കും, അനുഅ്മിനു കമാ ആമന സുഫഹാ, ആ വിഡ്ഢികൾ വിശ്വസിച്ചതുപോലെ ഞങ്ങളും വിശ്വസിക്കണമെന്നാണോ നീ പറയുന്നത് എന്നൊക്കെ ചോദിച്ചു കളയും. എന്ന് പറഞ്ഞാൽ അല്ലാഹു തആല പറയാണ്, അവര് മുഅ്മിനീങ്ങളായതുപോലെ തന്നെ നമ്മൾ മുഅ്മിനീങ്ങളാകണം എന്നാണ്. അപ്പോൾ വിശുദ്ധ റമദാൻ ഈമാനിലേക്കുള്ള വലിയ മടക്കത്തിന്റെ റമദാനാക്കി നമുക്ക് മാറ്റാൻ സാധിക്കേണ്ടതുണ്ട് എന്നാണ് ബദർ നമ്മളോട് ആവശ്യപ്പെടുന്നത്. സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബാക്കളും യഥാർത്ഥത്തിൽ യുദ്ധം പ്രതീക്ഷിച്ച് പുറപ്പെട്ട ആളുകളല്ലല്ലോ. ചരിത്രം അങ്ങനെയാണ് പറയുന്നത്. അവർ പോകുന്നത് മദീനയ്ക്കും മദീന രാഷ്ട്രത്തിനും ഇസ്ലാമിക സമൂഹത്തിനും വലിയ ഭീഷണിയാണ് മക്ക മുശ്രിക്കുകൾ. അവരെ ഏതെങ്കിലുമൊക്കെ അർത്ഥത്തിൽ അവരെ ഒന്ന് ഒതുക്കണം, അവരുടെ ഭീഷണി ഒന്ന് അവസാനിപ്പിക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആഗ്രഹിക്കുന്നുണ്ട്. യുദ്ധം അനുവദിച്ചുകൊണ്ടുള്ള ആയത്ത് അവതീർണമായതിനു ശേഷമാണ് ഒരു വാർത്ത അറിയുന്നത്. അബൂ സുഫിയാന്റെ നേതൃത്വത്തിൽ വലിയൊരു കച്ചവട സംഘം മദീനയുടെ അതിർത്തിയിലൂടെ കടന്നു പോയിട്ടുണ്ട്. അവർ കച്ചവടം കഴിഞ്ഞ് മടങ്ങി വരാൻ അടുത്തിരിക്കുന്നു. അവരും തടയണം, അവരും തടഞ്ഞു വെക്കണം എന്നതായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബാക്കളുടെയും ഉദ്ദേശം. അങ്ങനെ പുറപ്പെട്ടതാണ് അവര്. അതുകൊണ്ട് യുദ്ധത്തിന് വേണ്ട തയ്യാറെടുപ്പുകൾ പോലും യഥാർത്ഥത്തിൽ അവരുടെ വശമില്ല. അങ്ങനെ അവർ യാത്ര ചെയ്ത് മുന്നോട്ട് പോകുമ്പോഴാണ് അറിയുന്നത്, അബൂ സുഫിയാൻ ഈ വാർത്ത എങ്ങനെയോ അറിഞ്ഞ് അയാൾ വേറെ വഴിക്കൂടെ രക്ഷപ്പെട്ട് കടന്നു പോയിരിക്കുന്നു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കളോടെ തങ്ങുന്നുണ്ട്. സഹാബാക്കളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൂടിയാലോചന നടത്തുന്നുണ്ട്. അതിന്റെ ഇടയ്ക്കാണ് മറ്റൊരു വിവരം അവരറിയുന്നത്, മക്കയിൽ നിന്ന് അബൂജഹലും സംഘവും വരുന്നുണ്ട് മദീനയെ ആക്രമിക്കാൻ വേണ്ടി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കൾ ഒരു കൂടിയാലോചന നടത്തുകയാണ്. ആ കൂടിയാലോചനയിൽ സഹാബാക്കളുടെ അഭിപ്രായത്തിൽ തന്നെ അവർ ഉൾക്കൊണ്ടിരുന്ന ഈമാനിന്റെ കരുത്ത് നമുക്ക് ദൃഢമായി ബോധ്യം വരുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് ചോദിക്കുന്നുണ്ട്, നമ്മൾ ഇനി എന്താണ് മുന്നോട്ടുള്ള സംഗതി? സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മനസ്സിലുള്ളത് വരുന്ന അബൂജഹലിനെയും സംഘത്തെ നേരിടുക എന്നതാണ്. പക്ഷേ സഹാബാക്കളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൂടിയാലോചന നടത്തുകയാണ്. എന്താണ് വേണ്ടത് എന്ന് കൂടിയാലോചിക്കുകയാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ അഭിപ്രായം പറയുന്നുണ്ട്. ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ അഭിപ്രായം പറയുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും ഓരോരുത്തരോടായി ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്, എന്താണ് നിങ്ങളുടെ അഭിപ്രായം, നമ്മൾ എന്ത് ആണ് നമ്മുടെ തീരുമാനം എടുക്കേണ്ടത്? അതിനിടയ്ക്കാണ് മുഹാജിറുകളിൽപ്പെട്ട സഹാബി മിഖ്ദാദ് ബിൻ അംർ റളിയല്ലാഹു അൻഹു എണീറ്റേക്കുന്നത്. മുഹാജിറുകളായ സഹാബാക്കൾ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന വലിയ പാഠങ്ങൾ അതിനകത്തുണ്ട്. മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ ചെയ്ത് വന്ന ആളുകളാണ് അവർ. ഞാൻ പറയുന്നത് ഇസ്ലാമിക മാർഗത്തിലെ സമർപ്പണത്തിന്റെ വലിയൊരു ചരിത്രവും കഥയുമാണ്. അവർ സർവ്വതും അള്ളാഹുവിന്റെ മാർഗത്തിൽ സമർപ്പിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിർദ്ദേശപ്രകാരം മക്കയിൽ നിന്ന് അവർ മദീനയിലേക്ക് ഹിജറ വരുന്നുണ്ട്. ഹിജറ എന്ന് പറയുന്നത് ഇസ്ലാമിക ചരിത്രത്തിലെ ഏറ്റവും വേദനാ നിർഭരമായ ഒരു അധ്യായമാണ്. തങ്ങളുടെ വീടും കുടുംബവും ബന്ധുമിത്രാദികളും തങ്ങൾക്ക് പ്രിയപ്പെട്ട സകലതും, തങ്ങളുടെ സമ്പത്തും വീടും
എല്ലാം അവർ കൈയൊഴിയുകയാണ്. എല്ലാം കൈയൊഴിഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം സഹയാത്രികരായി അവർ കൂടുകയാണ് അള്ളാഹുവിന്റെ ദീനിന്റെ മാർഗത്തിൽ. അങ്ങനെ അവര് അഭയാർത്ഥികളായി എത്തുകയാണ് മദീനയിൽ. ലോകത്തൊരു മനുഷ്യനും ഇഷ്ടപ്പെടാത്ത കാര്യമാണ്. എല്ലാവരും അവനവന്റെ നാട്ടിൽ അവനവന്റെ സൗകര്യങ്ങളിൽ കഴിഞ്ഞുകൂടാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ്. അങ്ങനെ അവരവിടെ നിന്ന് മദീനയിൽ അവരെത്തുന്നുണ്ട്. 2 വർഷമാകുമ്പോഴാണ് യുദ്ധത്തിന്റെ ഈ കാഹളം മുഴങ്ങുന്നത്. യാതൊരു ആയുധവും കയ്യിലില്ലാത്തവരാണ്. മുഹാജിറുകളായ സഹാബികൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്ന വർത്തമാനമുണ്ട്. അദ്ദേഹം പറഞ്ഞു, മിഖ്ദാദ് റളിയല്ലാഹു അൻഹു എണീറ്റ് നിന്നുകൊണ്ട് നബിയോട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഇംലിമാ അമറക്കല്ലാഹ്, എന്താണോ അള്ളാഹു താങ്കളോട് എന്താണോ കൽപ്പിക്കുന്നത് അതിലേക്ക് താങ്കൾ ഞങ്ങളെയും കൊണ്ട് പോയിക്കൊള്ളുക. ഫനഹ്നു മഅക്, താങ്കളോടൊപ്പം ഞങ്ങളും ഉണ്ടാകും. ജീവൻ നഷ്ടപ്പെടേണ്ടി വന്നാലും ഏത് സാഹചര്യത്തിലും അല്ലാഹുവിന്റെ റസൂലേ അങ്ങയോടൊപ്പം ഞങ്ങളും ഉണ്ടാകും. ഫനഹ്നു മഅക് വല്ലാഹി ലാ നഖൂലു ലക കമാ ഖാല ബനു ഇസ്രായീൽ ലി മൂസ. മൂസ അലൈഹിസ്സലാമിനോട് ബനി ഇസ്രായേല്യർ പറഞ്ഞതുപോലെ ഒരിക്കലും ഞങ്ങൾ പറയുകയില്ല റസൂലേ. അത് ചരിത്രപരമായ സുപ്രധാനമായ ഒരു പദപ്രയോഗവും കൂടിയാണത്. ബനി ഇസ്രായേൽ സമൂഹത്തെ അല്ലാഹു തആല ഈ മഹാദൗത്യത്തിൽ നിന്ന് പുറത്താക്കിയത് എന്തൊക്കെ കാരണം കൊണ്ടാണ് എന്ന് മനസ്സിലാക്കിയവരാണ് സഹാബാക്കൾ. അവർ പറയുന്നുണ്ട്, അല്ലാഹുവിന്റെ റസൂലേ, മൂസാ നബി അലൈഹി ഇസ്ലാമിനോട് അദ്ദേഹത്തിന്റെ അനുയായികൾ പറഞ്ഞതുപോലെ ഒരിക്കലും ഞങ്ങൾ പറയില്ല, നീ നിന്റെ റബ്ബും പോയി യുദ്ധം ചെയ്തോളാനാ പറഞ്ഞത്. മിഖ്ദാദ് റളിയല്ലാഹു അൻഹു പറയുന്ന വർത്തമാനം, അല്ലാഹുവിന്റെ റസൂലേ, അങ്ങും താങ്കളും താങ്കളുടെ റബ്ബും യുദ്ധം ചെയ്യുക, നിങ്ങളോടൊപ്പം ഞങ്ങളും ഉണ്ട് എന്ന് പറയുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ റസൂലിന്റെ വർത്തമാനം അവസാനിപ്പിക്കുന്നത് വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൂടിയാലോചന നടത്തുകയാണ്. വീണ്ടും വീണ്ടും ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അവസാനം അൻസാറുകൾക്ക് മനസ്സിലായി ഇത് ഞങ്ങളോടുള്ള വർത്തമാനമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളുടെയും കൂടി അഭിപ്രായം ചോദിക്കുകയാണ്. അൻസാറുകളോട് സവിശേഷമായിട്ട് ചോദിക്കുന്നുണ്ട്. ഞാൻ പറയുന്നത് ഇസ്ലാമിക മാർഗത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കൊണ്ടുവന്ന അള്ളാഹുവിന്റെ ദീനിന്റെ മാർഗത്തിൽ സർവ്വതും കൊടുത്ത മനുഷ്യരാണവർ, എല്ലാം കൊടുത്തവരാണവർ. തങ്ങളുടെ സമ്പത്തും സമ്പാദ്യങ്ങളും ഒക്കെ നൽകി. മദീന നിവാസികളായ അൻസാറുകളാവട്ടെ ലോകത്തിന്റെ മുഴുവൻ ശത്രുത അവർ ഏറ്റുവാങ്ങി. ചുറ്റുവട്ടങ്ങളിലുള്ളവരെല്ലാം ഇന്ന് അവരുടെ ശത്രുക്കളാണ്, ശത്രുത ഏറ്റുവാങ്ങിയവർ. എന്ന് മാത്രമല്ല, സന്ധിയുടെ വേളയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നൽകിയ കരാറിൽ അവർ പറഞ്ഞിരുന്ന ഒരു വർത്തമാനമുണ്ട്. ആ വർത്തമാനം, അള്ളാഹുവിന്റെ റസൂലെ, താങ്കളെ ഞങ്ങൾ ഞങ്ങളുടെ ശരീരത്തെക്കാൾ, ഞങ്ങളുടെ മക്കളെക്കാൾ, ഞങ്ങളുടെ കുടുംബാദികളെക്കാൾ, ഞങ്ങളുടെ സമ്പത്തിനേക്കാൾ താങ്കൾക്ക് ഞങ്ങൾ പ്രാധാന്യം നൽകും. ഞങ്ങളുടെ നാട്ടിലും ഞങ്ങളുടെ മണ്ണിലും അങ്ങ് സുരക്ഷിതനായിരിക്കും എന്ന് പറയുന്നുണ്ട്. ഇത് മദീനയുടെ പുറത്തേക്ക് വന്നിരിക്കുകയാണ്. പുറത്തേക്ക് എത്തിയിരിക്കുന്നവർ ബദറിൽ എത്താനായിരിക്കുന്നു. അവർ പറയുന്നുണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നുണ്ട്, സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം പറയുന്നു, അല്ലാഹുവിന്റെ റസൂലേ, താങ്കൾ വീണ്ടും വീണ്ടും ചോദിക്കുന്നത് ഞങ്ങളോടാണ് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുകയാണ്. അവിടെ സഅദ് റളിയല്ലാഹു അൻഹു പറയുന്ന സുപ്രധാനമായ ചില വർത്തമാനങ്ങളുണ്ട്. അദ്ദേഹം പറയുന്നുണ്ട്, അല്ലാഹുവിന്റെ റസൂലേ, പിന്നെ താങ്കളിൽ ആമന്നാ ബിക, അല്ലാഹുവിന്റെ റസൂലേ, താങ്കളിൽ മുഅ്മിനീങ്ങളായ ആളുകളാണ് ഞങ്ങൾ മുഅ്മിനീങ്ങളാണ്. വശഹിദ്ന അന്നമാ ജിഅത ബിഹി ഹുവൽ ഹഖ്, റസൂലേ, താങ്കൾ കൊണ്ടുവന്നതെല്ലാം സത്യമാണെന്ന പൂർണ്ണമായ ബോധ്യമുള്ള മനുഷ്യരാണ് ഞങ്ങൾ എല്ലാവരും. എന്ന് മാത്രമല്ല, അല്ലാഹുവിന്റെ റസൂലേ, ഇക്കാര്യത്തിൽ ഞങ്ങളുടെ കരാറുകളെല്ലാം താങ്കൾക്ക് ഞങ്ങൾ നൽകിയ ആളുകളാണ്. ഞങ്ങളുടെ കാര്യത്തിൽ ഒരു സംശയവും റസൂലേ താങ്കൾക്ക് ഉണ്ടാകേണ്ടതില്ല. എന്തെന്നാണോ അല്ലാഹുവിന്റെ റസൂലേ താങ്കൾ ആഗ്രഹിക്കുന്നത്, ഇഷ്ടപ്പെടുന്നത്, അതിലേക്ക് ഞങ്ങളെ കൊണ്ടുപോയിക്കൊള്ളുക. റസൂലേ, താങ്കളോടൊപ്പം ഞങ്ങളും ഉണ്ടാകും, ഞങ്ങൾക്ക് എന്തെല്ലാം നഷ്ടപ്പെടേണ്ടി വന്നാലും എന്ന് പറയുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആത്മവിശ്വാസത്തോടെ ബദറിലേക്ക് കടന്നു പോവുകയാണ്. ആ യാത്രയിൽ നമുക്കറിയാം, ബദറിലെ വിജയം മുന്നിൽ വെച്ചുകൊണ്ട് നമ്മളോട് ചോദിക്കേണ്ടുന്ന ചില ചോദ്യങ്ങളുണ്ട്. അള്ളാഹുവിന്റെ ദീനിന്റെ മാർഗത്തിൽ എന്നും സമർപ്പിക്കാൻ തയ്യാറായ ആ മഹത്തുക്കൾ നേടിയെടുത്ത ഈ വമ്പിച്ച വിജയം, മഹത്തായ വിജയം, ആ വിജയം നേടിക്കൊടുത്ത ഈമാനിൻ്റെതായ ഉൾക്കരുത്ത് നേടിയെടുക്കാൻ എത്ര കണ്ട് നമുക്ക് സാധിക്കുന്നുണ്ട് എന്നതാണ് അതിലെ ഏറ്റവും വലിയ അന്വേഷണം എന്ന് പറയുന്നത്. ഈമാൻ എന്ന് പറഞ്ഞാൽ കേവലമായ വർത്തമാനമല്ല എന്ന് നമുക്കറിയാം. അത് നിരന്തരമായി റബ്ബ് നമ്മുടെ മുന്നിൽ ഇട്ടു തരുന്ന പരീക്ഷണങ്ങളെ തരണം ചെയ്യാൻ കഴിയും വിധം ശക്തമായ ഒന്നായി നമ്മുടെ ഉള്ളിൽ പ്രവർത്തിക്കേണ്ടതാണ് യഥാർത്ഥത്തിൽ ഈമാൻ.
ആ ഈമാനിന്റെ കരുത്തുള്ള മനുഷ്യരായി മാറുക എന്നതാണ് കാലഘട്ടത്തിൽ ഏറ്റവും അതിപ്രധാനമായ സംഗതി എന്ന് പറയുന്നത്. നമ്മുടെ മുന്നിലും ശത്രുക്കളൊക്കെ ധാരാളമുണ്ട്, ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. നിരന്തരമായ ഭയപ്പാടുകളിലൂടെ ഇസ്ലാമിക സമൂഹത്തെ ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ശത്രുക്കൾ നമ്മുടെ ചുറ്റുവട്ടങ്ങൾ ലോകത്തുടനീളമുണ്ട്, നമ്മുടെ രാജ്യത്തുമുണ്ട്, എവിടെയുമുണ്ട്. അതങ്ങനെ തന്നെയാണ് അതിന്റെ രീതിയും രൂപവും. അല്ലാഹു തആല അങ്ങനെ തന്നെയാണ് അത് സംവിധാനിച്ചിരിക്കുന്നതും. ഏത് ശത്രുക്കളുടെ മുന്നിൽ നിന്നുകൊണ്ടും എല്ലാം അള്ളാഹുവിന്റെ തീരുമാനമാണെന്നും സർവ്വതും റബ്ബിൽ സമർപ്പിച്ച മനുഷ്യരാണ് ഞങ്ങളെന്നും ദുനിയാവിലെ ജീവിതം ശാശ്വതമല്ല എന്നും സർവാധിനാഥനായ റബ്ബിലേക്ക് യാത്രയാവേണ്ടവരാണ് ഞങ്ങളെന്നും പൂർണ്ണമായ ബോധ്യമുള്ള മനുഷ്യർ, അള്ളാഹുവിൽ സർവ്വതും സമർപ്പിച്ച മനുഷ്യരായി സ്വയം മാറുക എന്നതാണ് അതിപ്രധാനം. ആ അർത്ഥത്തിൽ നല്ല ഈമാനിന്റെ കരുത്തുള്ള മനുഷ്യരായി മാറുക എന്നതാണ് അതിലെ ഒന്നാമത്തെ ഒരു സംഗതി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 13 വർഷക്കാലത്തെ പ്രബോധന, ആദ്യത്തെ 13 കൊല്ലക്കാലം നീണ്ടുനിന്ന നിരന്തരമായ പരിശ്രമം ഈമാനിലൂടെ കരുത്തരായ ഒരു സമൂഹത്തെ വാർത്തെടുക്കുക എന്നതായിരുന്നു. അപ്പൊ ആ അർത്ഥത്തിൽ വലിയ ആ ഉദ്യമം വിജയിച്ചു എന്നതിന്റെ ഏറ്റവും വലിയ തെളിവായിരുന്നു ബദർ എന്ന് പറയുന്നത്. ഒരു ഭാഗത്ത് ബദറിലേക്ക് പുറപ്പെടുകയാണ്. നമുക്കറിയാം അതിൽ നിന്ന് പഠിക്കേണ്ടുന്ന ഏറ്റവും സുപ്രധാനമായ മറ്റൊരു പാഠം എന്ന് പറയുന്നത് അവർ തമ്മിലുണ്ടായിരുന്ന അഗാധമായ ആത്മബന്ധമാണ്, സ്നേഹബന്ധമാണ്, സാഹോദര്യ ബന്ധമാണ് അവരെ വിജയത്തിലേക്ക് എത്തിച്ചത് എന്ന മറ്റൊരു പാഠമാണ് ചരിത്രം നമ്മളോട് ബോധ്യപ്പെടുത്തുന്നത്. അതിലെ ആത്മബന്ധം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കളുമായിട്ടുള്ള ആത്മബന്ധം, അവർ പരസ്പരം ഉണ്ടായിരുന്ന ആത്മബന്ധത്തിന്റെയൊക്കെ വലിയ ചരിത്ര ശേഷിപ്പുകൾ യഥാർത്ഥത്തിൽ ബദർ മുന്നോട്ട് വെക്കുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബാക്കളും തമ്മിലുള്ള ആത്മബന്ധത്തെ കുറിക്കുന്ന ധാരാളം സംഭവങ്ങൾ അതിനോടനുബന്ധമായിട്ട് തന്നെ നമുക്ക് കാണുവാൻ സാധിക്കും. അതിലൊന്ന് നമുക്കറിയാം, ഇവരെ യുദ്ധയാത്ര പുറപ്പെട്ട ആളുകളല്ല, വഴിയിൽ വെച്ച് യുദ്ധത്തിലേക്ക് എടുത്തെറിയപ്പെട്ട ആളുകളാണ്. അവരുടെ കയ്യിൽ ആവശ്യത്തിന് ആയുധങ്ങളില്ല, യാത്ര ചെയ്യാൻ വാഹനങ്ങൾ അവരുടെ കയ്യിലില്ല. ഇത്രയും വരുന്ന 300-ലേറെ വരുന്ന ആളുകൾക്ക് യാത്ര ചെയ്യാനായിട്ടുള്ളത് 70 ഒട്ടകങ്ങളാണ്, 60 അല്ലെങ്കിൽ 70 ഒട്ടകങ്ങളാണ് ഉള്ളത്. ഒരാൾക്ക് ചുരുങ്ങിയത് 3 ആളുകളെങ്കിലും ഒരൊട്ടകത്തിൽ മാറി മാറി സഞ്ചരിച്ചാലേ ഈ പറയുന്ന ലക്ഷ്യത്തിലേക്ക് യാത്ര ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ അങ്ങനെ അവരെങ്ങനെ തീരുമാനമെടുക്കുകയാണ്, ഞെരുക്കിടുന്നത് പോലെ ഓരോ ഒട്ടകത്തിന് 3 ആളുകളെ ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സംവിധാനിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കും അത്ര തന്നെ ഉള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം അലി റളിയല്ലാഹു അൻഹു ഉണ്ട്, അബൂ ഉബാബ റളിയല്ലാഹു അൻഹു ഉണ്ട്. 3 പേരും ചേർന്നിട്ടാണ് ഒരു ഒട്ടകം. അലി റളിയല്ലാഹു അൻഹുവും ഉബാബ റളിയല്ലാഹു അൻഹുവും പറയുന്നുണ്ട്, അല്ലാഹുവിന്റെ റസൂലേ, താങ്കൾ നടക്കേണ്ടതില്ല, ഞങ്ങൾ നടക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒട്ടകത്തിന്റെ മേലെ കയറാൻ പറയുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ സന്ദർഭത്തിൽ നൽകുന്ന മറുപടിയുണ്ട്. ആ മറുപടിയിൽ റസൂൽ പറയുന്നുണ്ട്, ഞാൻ നിങ്ങളെക്കാൾ കരുത്തു കുറഞ്ഞ ആളൊന്നുമല്ല, നിങ്ങളെക്കാൾ ആരോഗ്യമുള്ള, നിങ്ങളെപ്പോലെ ആരോഗ്യമുള്ള, കരുത്തുള്ള, ഒരുപക്ഷെ നിങ്ങളെക്കാൾ കരുത്തുള്ള ആളാണ് ഞാൻ എന്ന് മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തുടർന്ന് പറയുന്നുണ്ട്, വലാ അന ബിഅഗ്ന അനിൽ അജ്രി, അള്ളാഹുവിങ്കൽ നിന്ന് ലഭിക്കേണ്ടുന്ന പ്രതിഫലം നിങ്ങളെ പോലെ ആവശ്യമുള്ള ആളാണ് ഞാനും എന്ന് പറഞ്ഞുകൊണ്ട് ഒരേപോലെ നേതാവും അനുയായികളും ഒരേപോലെ യാത്ര നടത്തുകയാണ്. എന്ന് പറഞ്ഞാൽ ഒരാൾക്കും പ്രത്യേകിച്ച് എന്തില്ല, പ്രാധാന്യങ്ങളൊന്നുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആഗ്രഹിക്കുന്നത് എന്റെ സഹാബാക്കൾ വിഷമിക്കരുത് എന്ന് തന്നെയാണ്. ആ അർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ പോലെ തന്നെ കൃത്യമായി ഊഴം വെച്ച് ഒരല്പസമയം പോലും അധികം അത് ഉപയോഗപ്പെടുത്തിയില്ല എന്നതാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, ഈ വലിയ ഗാഠമായ ആത്മബന്ധം, നേതാവും അനുയായികളും തമ്മിലുള്ള ആഴമുള്ള ഗാഠമായ ആത്മബന്ധം നമ്മൾ ഇതിനകത്ത് വായിച്ചെടുക്കുന്നുണ്ട്. നമുക്കറിയാം, യുദ്ധത്തിന് വേണ്ടി അണിനിൽക്കുകയാണ്, എല്ലാവരും ഇങ്ങനെ സഫിൽ ഇങ്ങനെ വരി നിൽക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരി നിർത്തുകയാണ്. ആ വരി നിർത്തുന്നതിന്റെ ഇടയിലാണ് ഒരാള് കടന്നു നിൽക്കുന്നു. സവാദ് റളിയല്ലാഹു അൻഹു ആ വരിയിൽ നിന്ന് ലേശം കയറി നിൽക്കുകയാണ്. സവാദ് റളിയല്ലാഹു അൻഹു ലേശം കയറി നിൽക്കുന്നു. സവാദ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലിന്റെ കയ്യിലുള്ള വടി കൊണ്ട് സവാദിന്റെ വയറിൽ ഇങ്ങനെ തട്ടിയിട്ട്, സവാദെ ഒന്ന് നേരെ നിൽക്കൂ, കടന്നു നിൽക്കാൻ പറയുന്നുണ്ട്. ഇത് കേട്ട ഉടനെ സവാദ് റളിയല്ലാഹു അൻഹു ചോദിക്കുന്നുണ്ട്, അല്ലാഹുവിന്റെ റസൂലേ, എന്നെ വേദനിപ്പിച്ചല്ലോ, എനിക്ക് വേദന എടുത്തല്ലോ. സല്ലല്ലാഹു അലൈഹി വസല്ലം ഉടനെ സവാദ് റളിയല്ലാഹുവിന്റെ അടുക്കൽ വന്നിട്ട് തന്റെ ഷർട്ട് മാറ്റിയിട്ട് വടി അദ്ദേഹത്തിന്റെ കയ്യിൽ കൊടുക്കുന്നുണ്ട്. സവാദ്, ഇതാ ഈ വയറിലടിച്ചോ, നിന്നെ അടിച്ച പോലെ എന്ന് പ്രതിക്രിയ ചെയ്യാൻ ആവശ്യപ്പെടുകയാണ്. എന്ന് പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത നീതിയുടെ വലിയ പാഠങ്ങൾ നമ്മുടെ മുന്നിൽ പകർന്നു വെക്കുകയാണ്.
സവാദ് റളിയല്ലാഹു അൻഹു ആ വടി വാങ്ങി കയ്യിൽ പിടിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു, നമുക്കറിയാവുന്ന ചരിത്രമാണ്, റസൂലിന്റെ അടുത്ത് ഒന്ന് കെട്ടിപ്പിടിച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വയറിൽ ഇങ്ങനെ ഉമ്മ വെക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നുണ്ട്, സവാദെ എന്ത് പറ്റി നിനക്കെന്ന്? അപ്പോഴാണ് അദ്ദേഹം പറയുന്നത്, അല്ലാഹു റസൂലേ, ഈ നടക്കണാണല്ലോ രംഗം, യുദ്ധം നടക്കാൻ പോവാണ്, നമ്മളെ കയ്യിൽ ആയുധങ്ങളൊന്നും ഇല്ലാത്ത ആളുകളാണ്, അതുകൊണ്ട് യുദ്ധത്തിൽ എന്താണ് സംഭവിക്കാൻ പോണെന്ന് പറയേണ്ട കാര്യമില്ലല്ലോ, നടക്കാനിരിക്കുന്ന കാര്യം പറയേണ്ടതില്ല. അതുകൊണ്ട് അല്ലാഹു റസൂലേ, എനിക്ക് വല്ലാത്തൊരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഞാൻ ആഗ്രഹിച്ചു എൻ്റെ ജീവിതത്തിൽ ഒടുവിൽ നടക്കുന്ന ഒരു കാര്യം, അല്ലാഹു റസൂലിന്റെ ശരീരവും എൻ്റെ ശരീരവും ഇങ്ങനെ ചേർന്നൊന്ന് അമർന്ന് വന്ന് നിൽക്കാൻ ഞാൻ ആഗ്രഹിച്ചു പോയി എന്ന് സവാദ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നുണ്ട്. ഞാൻ പറയുന്നത് ഈ ഗാഢമായ ആത്മബന്ധം പറഞ്ഞറിയിക്കാനാവാത്ത ഈ ബന്ധത്തിലാണ് ഓരോരുത്തരും അവരുടെ കൂടെയുള്ളത്. ഈ യുദ്ധവേളയിലൊക്കെ നമുക്ക് കാണാം ആ സഹാബാക്കൾ തമ്മിലുള്ള ആത്മബന്ധത്തിന്റെ ആഴം. മരിക്കാനായി കിടക്കുന്ന സമയത്ത് നാവിൽ ഇങ്ങനെ വെള്ളം ഒറ്റിക്കാൻ വേണ്ടി വരികയാണ്. അപ്പോഴാണ് പറയുന്നത്, തൊട്ടപ്പുറത്തുനിന്ന് ഒരു ശബ്ദം. ആദ്യത്തെ ആള് പറയാണ്, ഇത് അവിടെ ഒരു ശബ്ദം കേൾക്കുന്നുണ്ട്, അവിടെ അദ്ദേഹം എന്നേക്കാൾ വെള്ളം ആവശ്യമുള്ള ഒരാളാണ്. അങ്ങനെ അവിടെ എത്തുമ്പോഴുണ്ട് അടുത്ത ആള് വേറൊരു ശബ്ദം കേൾക്കുന്നു, അവിടെ ആരോ മരിക്കാനായി കിടക്കുന്നു, ഇങ്ങനെ ശ്വാസം വലിക്കുകയാണ്. അദ്ദേഹം പറയുന്നു, പെട്ടെന്ന് അങ്ങോട്ട് പോക്കോ, എനിക്ക് എന്നേക്കാൾ ആവശ്യക്കാരൻ അദ്ദേഹമാണ്. ഇതാണ് ആ ഒരു സാഹോദര്യ ബന്ധത്തിന്റെ ആഴം എന്ന് പറയുന്നത്. അവിടെ എത്തുമ്പോഴുണ്ട് അദ്ദേഹം മരണപ്പെട്ടിരിക്കുന്നു. സഹാബി പറയാണ്, രണ്ടാമത്തെ ആളിന് അദ്ദേഹം മരിച്ചിരിക്കുന്നു, ആദ്യത്തെ ആളിന്റെ അടുക്കലും അദ്ദേഹം മരണപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. ഇമാതിരിയുള്ള നമുക്ക് ചരിത്രത്തിൽ ഒരിക്കലും എവിടെയും കണ്ടെത്താൻ കഴിയാത്ത ആത്മബന്ധത്തിന്റെ ആഴങ്ങളാണ് സഹാബാക്കൾ ലോകത്തിന് സംഭാവന ചെയ്തത്. ഞാൻ പറയുന്നത്, നമ്മളിലേക്കൊന്ന് വന്നാൽ നമ്മുടെ ഇടയിലുള്ള ബന്ധത്തിന്റെ ആഴമൊക്കെ നമുക്കെല്ലാവർക്കും അറിയാവുന്ന സംഗതികളാണ്. ഇത് യഥാർത്ഥത്തിൽ ഇസ്ലാമിക സമൂഹത്തിന്റെ വിജയം നിലകൊള്ളുന്ന രണ്ടാമത്തെ അടിസ്ഥാനപരമായ ഘടകം എന്ന് പറയുന്നത്, ഒന്നാമത്തെ ഘടകം നേരത്തെ പറഞ്ഞ ഈമാനിന്റെ കരുത്താണ്. വേറെ ഏതായുധത്തെയും മറികടക്കുന്ന റബ്ബ് ഞങ്ങളുടെ കൂടെയുണ്ട് എന്നുള്ള, എന്റെ ജീവനും എന്റെ ജീവിതവും എന്റെ റബ്ബിൻ്റെതാണെന്നും അള്ളാഹുവിന്റെ തീരുമാനമില്ലാതെ അതിലൊന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്നുമുള്ള ഉറച്ച ബോധ്യമാണ് ഒന്നാമത്തേത്. രണ്ടാമത്തേതെന്ന് പറയുന്നത് ഈ പരസ്പരമുള്ള ആത്മബന്ധമാണ്. എന്റെ ജീവൻ ബലി കഴിച്ചും എന്റെ സഹോദരനെ ചേർത്ത് പിടിക്കും എന്നുള്ളതാണത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാര്യത്തിലാവട്ടെ, ഞങ്ങളുടേതെല്ലാം നഷ്ടപ്പെട്ടാലും അള്ളാഹു റസൂലിനൊന്നും സംഭവിക്കരുതേ എന്നുള്ള വല്ലാത്ത ആഗ്രഹ അഭിലാഷങ്ങളാണത്. ഇതോടൊപ്പം നമ്മൾ ചേർത്ത് വായിക്കേണ്ടുന്ന ബദർ യുദ്ധത്തിന്റെ സംഭവത്തിൽ പിന്നെയും ചേർത്ത് വായിക്കേണ്ട സംഗതിയാണ് തവക്കുലിന്റെ വലിയ പാഠം എന്ന് പറയുന്നത്. തവക്കുൽ എന്ന് പറഞ്ഞാൽ കേവലമായ അർത്ഥത്തിൽ അള്ളാഹു തആല എല്ലാം നോക്കിക്കൊള്ളും എന്നല്ല, അള്ളാഹുലെല്ലാം സമർപ്പിച്ച ഒരു തീരുമാനമെടുത്തു. നേരത്തെ പറഞ്ഞ പോലെ കൂടിയാലോചന നടത്തി, ഫൈദാ അസംത ഫതവക്കൽ അലല്ലാഹ്, നീ ഒരു കാര്യത്തിൽ തീരുമാനമെടുത്താൽ ഫതവക്കൽ അലല്ലാഹ്, അള്ളാഹുവിലേക്ക് തവക്കുലാക്കാൻ പറയുന്നുണ്ട്. അള്ളാഹു തവക്കുലാക്കാണ്. തവക്കുലിന്റെ ഏറ്റവും നല്ല മനോഹരമായ പാഠങ്ങൾ ബദറിന്റെ ചരിത്രത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനുവേണ്ടി നടത്തിയ മുന്നൊരുക്കം. അതായത് സാധ്യമാകും വിധമെല്ലാം അവർക്ക് വേണ്ടി, അതിനുവേണ്ടി നിങ്ങൾ തയ്യാറെടുക്കാൻ അള്ളാഹു കൽപ്പിക്കുന്ന ശത്രുക്കൾക്കെതിരെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പല സഹാബാക്കളെ രഹസ്യമായി നിരീക്ഷിക്കാൻ വേണ്ടി പറഞ്ഞയക്കുന്നുണ്ട്. ശത്രുക്കളുടെ ആൾബലം, അവരുടെ സംഗതികള്, അവരുടെ ആയുധബലം, അവരുടെ ഭാവഹാവാദികൾ, അതിൽ ആരൊക്കെയാണ് അവിടെ ഉള്ളത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം രഹസ്യമായി പല വഴിയിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്വേഷിച്ചറിയുന്നുണ്ട്. അങ്ങനെ ഏകദേശം മനസ്സിലായി 1000-ഓളം ആളുകൾ അവരുണ്ട് എന്ന് മനസ്സിലായി. ഈ 1000-ഓളം ആളുകളെ നേരിടാൻ 300-ലേറെ വരുന്ന ആളുകളെ എങ്ങനെയാണ് സജ്ജമാക്കേണ്ടത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഗാഢമായ ആലോചനയാണ്. അതിനെക്കുറിച്ചാണ് ഖുർആൻ പറയുന്നത്, ശത്രുക്കളുടെ കാഴ്ചയിൽ തങ്ങളെക്കാൾ ഇരട്ടിയുണ്ട് എന്ന് തോന്നി എന്നാണ്. ആരെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കളെയും. 1000-ഓളം വരുന്ന ആളുകൾ അവരുടെ കാഴ്ചയിൽ ഇരട്ടിയായിട്ട് തോന്നിയത് കേവലമായ അർത്ഥത്തിൽ അല്ലാഹു തആല തോന്നിപ്പിച്ചത് മാത്രമല്ല, അങ്ങനെ സംവിധാനിച്ചു എന്നാ. യുദ്ധത്തിന്റെ മനോഹരമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സംവിധാനിച്ച അത്ഭുതകരമായ പഠനമൊക്കെ, അതെങ്ങനെയാണ് ഓരോരുത്തരും നിൽക്കേണ്ടതെന്നും ഒക്കെയുള്ള കൗതുകകരമായ പഠനം ആ വിഷയത്തിലുണ്ട്. ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. അപ്പൊ ഞാൻ പറഞ്ഞു, ആ അർത്ഥത്തിൽ ചെയ്യേണ്ടുന്ന എല്ലാ മുന്നൊരുക്കങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർവഹിക്കുകയാണ്. സാധ്യമാകും വിധം മനുഷ്യ സാധ്യമായ തരത്തിൽ പരിമിതമായ ആയുധങ്ങൾ വെച്ച്, പരിമിതമായ ആളുകളെ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ സംവിധാനിക്കുന്നുണ്ട്. അതോടൊപ്പം യുദ്ധവുമായി ബന്ധപ്പെട്ട് വീണ്ടും സഹാബാക്കളോട് നിരന്തരമായി കൂടിയാലോചിക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റസൂലാണ്, അല്ലാഹുവിൽ നിന്ന് വഴി ലഭിക്കുന്ന ആളാണ്.
അല്ലാഹു തആല നമ്മളെ വലിയൊരു പാഠം പഠിപ്പിക്കുകയാണ്. എന്ത് കാര്യങ്ങളും ഏറ്റവും നന്നായി കൂടി, അത് ഏറ്റവും താഴെത്തട്ടിലുള്ള സാധാരണക്കാരായ ആളുകളോട് പോലും കൂടി ആലോചിച്ചാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോ തീരുമാനങ്ങൾ എടുക്കുന്നത്. എന്ന് മാത്രമല്ല, ആദ്യം യുദ്ധത്തിന് വേണ്ടി അവർ നിൽക്കാൻ തീരുമാനിച്ച ഇടം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാറ്റുന്നത് ഒരു സഹാബിയുടെ നിർദ്ദേശപ്രകാരമാണ്. അതിനേക്കാൾ ഗുണകരം ഇതായിരിക്കുമെന്നാണ്. അപ്പൊ ഈ അർത്ഥത്തിൽ നിരന്തരമായി കൂടിയാലോചിച്ചും അതിനു വേണ്ട എല്ലാ മുന്നൊരുക്കങ്ങളും സാധ്യമാകും വിധമെല്ലാം ചെയ്തുകൊണ്ടാണ് അവർ മുന്നോട്ട് പോകുന്നത്. അതോടൊപ്പം അവരുടെ ധീരത, ചരിത്രത്തെ വിസ്മയിപ്പിക്കുന്ന ധീരതയാണ് സഹാബാക്കൾ എന്ന് പുറത്തെടുക്കുന്നത്. ഈമാനിന്റെ കരുത്തിൽ നിന്ന് സ്വാഭാവികമായും ഉണ്ടായ ധീരതയാണ്. അബ്ദുറഹ്മാൻ ഔഫ് റളിയല്ലാഹു അൻഹു പറയാണ്, യുദ്ധത്തിൽ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് എന്റെ രണ്ട് ഭാഗത്ത് രണ്ട് കുട്ടികളാണ്. ആ യുദ്ധത്തിൽ രണ്ട് കുട്ടികൾ പങ്കെടുക്കുന്നുണ്ട്. രണ്ടുപേരുടെ പേര് മുആദ് എന്നാണ്. രണ്ടുപേരും മുആദാണ്. മുആദ് ബിൻ അഫ്രാവും മുആദ് ബിൻ ജമൂഹും. രണ്ട് കുട്ടികളാണ് എൻ്റെ രണ്ട് സൈഡിൽ നിൽക്കുന്നത്. അദ്ദേഹം പറയുന്നു, എൻ്റെ രണ്ട് ഭാഗത്തും കുറച്ചും കൂടെ കരുത്തുള്ള ആളുകൾ നിന്നിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് ഞാൻ ആഗ്രഹിച്ചു പോയി. പറയുന്നത് അബ്ദുറഹ്മാൻ ഔഫ് റളിയല്ലാഹു അൻഹു ആണ് എന്നും കൂടി ഓർക്കണം. അബ്ദുറഹ്മാൻ ഔഫ് റളിയല്ലാഹു അൻഹു ആരാണ്? മക്കാഘട്ടത്തിൽ മക്കയിൽ അന്ന് ജീവിച്ചിരുന്ന പണക്കാരിൽ ഏറ്റവും വലിയ സമ്പന്നൻ. മദീനയിൽ അദ്ദേഹം വന്ന് അദ്ദേഹത്തിന്റെ ബിസിനസ് ഒക്കെ ആരംഭിച്ചിരിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കളിൽ അതിനു മുമ്പോ ശേഷമോ അങ്ങനെ ഒരു സമ്പന്നൻ ഉണ്ടായിട്ടില്ല. അന്ന് ലോകത്തെ തന്നെ എണ്ണം വെച്ച അറിയപ്പെട്ട സമ്പന്നൻ ഒരാളാണ്. തന്റെ സമ്പത്തോ തന്റെ സൗകര്യങ്ങളോ ഒന്നും അള്ളാഹുവിന്റെ മാർഗത്തിൽ തന്നെ സമർപ്പിക്കുന്നതിന് അബ്ദുറഹ്മാൻ ഔഫ് റളിയല്ലാഹു അൻഹു തടസ്സമാകുന്നില്ല. അദ്ദേഹം നോക്കുമ്പോൾ എന്റെ രണ്ട് സൈഡിൽ രണ്ട് പിള്ളേരാവും നിൽക്കുന്നത്. അദ്ദേഹം പറയാണ്, ഞാൻ അങ്ങനെ നിൽക്കുന്ന സമയത്തുണ്ട് അതിൽ ഒരാൾ എന്നെ വിളിക്കുകയാണ്. വിളിച്ചോണ്ട് എന്നോട് ചോദിച്ചു, ഈ രണ്ട് കുട്ടികളും മക്കക്കാരല്ല, മദീനക്കാരാണ്. അവർ രണ്ടാളുകളും ഒരാൾ ചോദിക്കുന്നു, രഹസ്യമായിട്ടാ ചെവിയിൽ ഇങ്ങനെ ചോദിക്കുകയാണ്, മാമ ഈ പറയുന്ന ഈ അബൂജഹൽ എന്ന് പറഞ്ഞ ആളാരാണ്? പറഞ്ഞ ഒരു വലിയ കൗതുകമാണ്. അബൂജഹലിനെ കാണാൻ ഒരു കൗതുകത്തിൽ ഈ കുട്ടികൾ. അപ്പൊ എന്താ സംഭവം? അപ്പൊ ആ കുട്ടി ആദ്യത്തെ ആള് പറയുന്നത്, പിന്നെ ഞാൻ കേട്ടിട്ടുണ്ട് ഈ അബൂജഹൽ എന്ന് പറയുന്ന ആള് അള്ളാഹുവിന്റെ റസൂലിനെ ഒരുപാട് ചീത്ത പറഞ്ഞിട്ടുള്ള ആളാണ്, പ്രയാസപ്പെടുത്തിയിട്ടുള്ള ആളാണ്. അള്ളാഹു ആണ് സത്യം, കണ്ടാൽ ഞാനും അയാളും ഏറ്റുമുട്ടും. ഈ അബൂജഹൽ ആ യുദ്ധത്തിന്റെ സൈനിക മേധാവിയാണ്. അയാളെ നാട്ടിൽ പേടിയില്ലാത്ത ഒരാളും ഇല്ല മക്കാർക്ക്. ഇയാളെ കുറിച്ചാണ് ഈ പറയുന്നത്. അയാൾ പറയണത്, ഞാൻ അയാളുമായിട്ട് ഏറ്റുമുട്ടും. ഏറ്റുമുട്ടിൽ രണ്ടാൽ ഒരാൾ, അങ്ങനെയൊക്കെ വർത്താനം, രണ്ടാൽ ഒരാൾ അള്ളാഹു എന്ത് ചെയ്യും? അയാൾ ജീവൻ നഷ്ടപ്പെടുന്നവരെ ഏറ്റുമുട്ടുമെന്നാണ്. ഇത് പറഞ്ഞിട്ട് കുഞ്ഞിട്ട് തിരിഞ്ഞ് നേരെ നിൽക്കുമ്പോൾ അടുത്ത ആൾ വിളിക്കുകയാണ്. അയാൾക്കും അറിയേണ്ടത് ഈ അബൂജഹൽ ആരാണെന്നാണ്. രണ്ടാളും ഒരേ വർത്തമാനമാണ്, രണ്ടുപേർക്കും ഒരേ സംഗതി. അതിൻ്റെ ഇടയ്ക്കാണ് അത്ര അബൂജഹൽ വരുന്നത്. അബൂജഹൽ വരുമ്പോൾ ഇദ്ദേഹം കാണിച്ചു കൊടുത്തു, ആ പോണ ആളാണ് അബൂജഹൽ. യുദ്ധം ആരംഭിച്ചിരിക്കുന്നു. അബ്ദുറഹ്മാൻ ഔഫ് റളിയല്ലാഹു അൻഹു പറയാണ്, രണ്ടുപേരും ഓടിപ്പോവാണ്. ഓടിപ്പോയിട്ട് ഇയാൾ കയ്യൊന്നും ചെറിയ കുട്ടികളാണ്, തീരെ ചെറിയ കുട്ടികളല്ല, എങ്കിലും ഇയാൾ കുതിരപ്പുറത്തായിരിക്കണം. ഇയാളുടെ രണ്ട് കാലുകളിലും വിട്ടാണ് അങ്ങനെ ഇയാൾ താഴെ വീഴുന്നത്. അപ്പൊ അബൂജഹലിനെ വധിച്ചത് രണ്ട് കുട്ടികളാണ്. ഇസ്ലാമിക ചരിത്രത്തിലെ ഏറ്റവും വലിയ ദുഷ്ടനായ, ഇസ്ലാമിക ചരിത്രത്തിലെ ഇസ്ലാമിന്റെ ഏറ്റവും കൂടുതൽ ശത്രുവായി അറിയപ്പെടുന്ന അബൂജഹലിനെ രണ്ട് കൗമാരക്കാരാണ് വധിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഞാൻ പറയുന്നത്, എല്ലാവർക്കും സ്ഥാനമുള്ള, എല്ലാവരും അംഗീകരിക്കപ്പെടുന്ന, എല്ലാവർക്കും അവനവന്റേതായ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാനുള്ള ഇടമാണ് ദീനി പ്രവർത്തനം എന്ന വലിയ പാഠവും കൂടി അത് പകർന്നു വെക്കുന്നത്. ഞാൻ പറയുന്നത്, കുട്ടികളുടെ പോലും ഉള്ളിലുണ്ടായിരുന്ന, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഉണ്ടായിരുന്ന ഗാഢമായ സ്നേഹത്തിന്റെ വലിയ പാഠങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. അതിനിടയിലാണ് യുദ്ധം ഇങ്ങനെ ആരംഭിക്കുകയാണ്. ആരംഭിക്കുന്ന വേളയിലുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറയുന്നുണ്ട്, ശത്രുക്കൾ കടന്നു വരുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തുടക്കമായിട്ട് അവരോട് പറയുന്നത്, ഖൂമു ഇലാ ജന്നത്തിൻ അർദുഹസ് സമാവാതു വൽ അർദ്, ആകാശഭൂമികളോളം വിസ്തൃതമായ സ്വർഗത്തിലേക്ക് എല്ലാവരും എണീറ്റോളാനാണ്. സ്വർഗത്തിലേക്ക് എല്ലാവരും എണീറ്റോളിൻ, റെഡി ആയിക്കോളാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. എന്ന് പറഞ്ഞാൽ ആ മുഴുവൻ ആളുകളും അതിലുണ്ട്. കേട്ടുകൊണ്ട് ഒരു സഹാബി അദ്ദേഹം പറയുന്നുണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമൈർ ഇബ്നുൽ ഹമ്മാം റളിയല്ലാഹു അൻഹു അൻസാരിയാണ്. അദ്ദേഹം റസൂലിനോട് ചോദിക്കുന്നുണ്ട്, അല്ലാഹുവിന്റെ റസൂലേ, ഈ ആകാശഭൂമികളോളം വിസ്തൃതമായ സ്വർഗത്തെ കുറിച്ചാണോ താങ്കൾ ഈ പറഞ്ഞത്? അതെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോൾ തന്റെ കയ്യിൽ അദ്ദേഹം കഴിക്കാൻ വേണ്ടി ഈത്തപ്പഴം എടുത്തിരിക്കുകയാണ്. എന്നിട്ട് കഴിക്കാൻ വേണ്ടി ഈത്തപ്പഴം എടുത്തിരിക്കുകയാണ്. അതൊക്കെ എടുത്ത് അദ്ദേഹം ദൂരെ എറിയാണ്. എന്നിട്ട് ബഹിൻ ബഹിൻ യാ റസൂലല്ലാഹ് എന്ന് ഒച്ച ഉണ്ടാക്കുന്നുണ്ട് അദ്ദേഹം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നുണ്ട് അതിന്റെ ഇടയിലും, പിന്നെ എന്താണ് ഉമൈർ ഇനി ബഹിൻ ബഹിൻ എന്ന് ഒച്ച ഉണ്ടാക്കിയത്? അപ്പോ അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നുണ്ട്, അല്ലാഹുവിന്റെ റസൂലേ, വേറൊന്നും അതിനകത്തില്ല, ഇല്ലാ റജഅതൻ അൻ നകൂന മിൻ അഹ്ലിഹാ, അല്ലാഹുവിന്റെ റസൂലേ, ആ സ്വർഗത്തിന്റെ അഹ്ലുകാരാകാനുള്ള വല്ലാത്ത മോഹം കൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞു പോയതാണ്.
റസൂലുള്ളാഹിയുടെ ഒരു അതവേട് കൊണ്ട് ചേർത്ത് പറഞ്ഞു പോയതല്ല, ആ സ്വർഗത്തോടുള്ള വല്ലാത്ത മോഹം കൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞു പോയതാണ് എന്ന് പറയുന്നുണ്ട്. ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഫഇന്നക മിൻ അഹ്ലിഹാ, നീ ആ സ്വർഗത്തിന്റെ അഹ്ലുകാരിൽപ്പെട്ട ആള് തന്നെയാണ് എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സമയത്ത് എന്തോ ഒരു വൈകാരികത മുറ്റി നിൽക്കുന്ന സന്ദർഭമാണ് അതൊക്കെ. ഞാൻ പറയുന്നത് സ്വർഗം മോഹിച്ചുകൊണ്ടാണ് അവർ ആ പോരാട്ട ഭൂമിയിലുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ മുന്നിൽ യുദ്ധമൊന്നുമില്ല, യുദ്ധത്തിന്റെ പശ്ചാത്തലമൊന്നും നമ്മുടെ മുന്നിലില്ല. നമ്മളിൽ എത്ര ആളുകളാണ് ഈ വിശുദ്ധ റമദാൻ ഈ കടന്നു വന്നിട്ട് അള്ളാഹുവേ നിന്റെ സ്വർഗത്തിലേക്കുള്ള പ്രയാണമാണല്ലോ ഈ റമദാൻ എന്ന വല്ലാത്ത മോഹത്തോടെ ഈ റമദാനിൽ ഏറ്റവും ഗൗരവത്തിൽ, അവിടെ ഉമർ റളിയല്ലാഹു അൻഹു നേരത്തെ പറഞ്ഞതുപോലെ തന്റെ കയ്യിലുള്ള കാരക്കീത്തപ്പഴമൊക്കെ എടുത്തെറിഞ്ഞു കളയും പോലെ തന്റെ മുന്നിലുള്ള ജീവിതത്തിന്റെ സൗകര്യങ്ങളും സന്തോഷങ്ങളൊക്കെ മാറ്റിവെച്ച് ആ സ്വർഗം വാഗ്ദാനം ചെയ്ത ആ സന്ദർഭത്തിൽ, ഈ വിശുദ്ധ റമദാനിന്റെ ഈ സന്ദർഭത്തിൽ നമ്മൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നാണ് യഥാർത്ഥത്തിൽ ബദർ നമ്മളോട് ചോദിക്കുന്നത്. അപ്പൊ ആ അർത്ഥത്തിൽ സ്വർഗത്തിന് വേണ്ടി തയ്യാറാകാൻ നമുക്ക് സാധിക്കണം. ഇതോടൊപ്പം തന്നെ ചേർത്ത് വായിക്കേണ്ടുന്ന വലിയ പാഠങ്ങളിൽ ഒന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥന. ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും റെഡിയായി, ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും ഉണ്ടായി. ഈ കാര്യങ്ങൾ കൊണ്ട് മാത്രമായില്ല, പിന്നെയുള്ളത് ദുആ ആണ്. ദുആ പോലെ കരുത്തുള്ള ഒരായുധവും അള്ളാഹു സത്യവിശ്വാസികൾക്ക് നൽകിയിട്ടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പ്രാർത്ഥനയുടെ പാഠങ്ങളാണ് പിന്നെയുള്ള പാഠങ്ങൾ എന്ന് പറയുന്നത്. അലി റളിയല്ലാഹു അൻഹു പറയാണ്, ലഖദ് റഅയ്തുനാ ലൈലത ബദരിൻ വമാ ഫീനാ ഇൻസാനുൻ ഇല്ലാ നായിമുൻ. ഞാൻ ബദറിന്റെ ആ രാത്രി എനിക്ക് ഓർമ്മയുണ്ട്. ആ രാത്രിയിൽ ഞാനിങ്ങനെ എല്ലാവരും നിരീക്ഷിച്ചു. അവിടെ ഉറങ്ങാത്ത ആളായിട്ട് ഒരാൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ഫഇന്നഹു കാന യുസല്ലി ഇലാ ഷജറത്തിൻ ബയദു ഹത്താ അസ്ബഹ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മരത്തിന്റെ ചുവട്ടിൽ നമസ്കാരം നിർവഹിച്ചു കൊണ്ടേയിരുന്നു, പ്രാർത്ഥിച്ചു കൊണ്ടേയിരുന്നു നേരം വെളുക്കുവോളം. അവസാനം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, നമുക്ക് കാണാം, ചരിത്രത്തിൽ നമുക്ക് കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥനയും കരച്ചിലും കണ്ണുനീര് കൊണ്ട് മണ്ണ് കുതിർന്നു പോകുമാറ്, തന്റെ തട്ടം കുതിർന്നു പോകുമാറ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നേരം വെളുക്കോളം സർവാധിനാഥനായ റബ്ബിനോട് കൈ ഉയർത്തി പ്രാർത്ഥിക്കുകയാണ്. അള്ളാഹുവിന്റെ സഹായമില്ലാതെ ഒരിക്കലും സത്യവിശ്വാസികൾക്ക് വിജയം അവർ തേടിയെത്തുകയില്ല എന്ന പാഠമാണ് അത് പഠിപ്പിക്കുന്നത്. ഞാൻ പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ധാരാളമായ പ്രാർത്ഥനകൾ, 2-3 പ്രധാനപ്പെട്ട പ്രാർത്ഥനകൾ തന്നെ അതിനകത്ത് നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും. നിരന്തരമായ പ്രാർത്ഥനയാണ്. അപ്പോൾ ഈമാനും കൂടിയാലോചനയും കരുത്തും പ്രാർത്ഥനയും മുന്നൊരുക്കങ്ങളും എല്ലാം കൂടിച്ചേർന്ന അത്ഭുതമാണ് യഥാർത്ഥത്തിൽ ബദറിൽ സംഭവിച്ചത്. അതിനാണ് അല്ലാഹു തആല വിജയം നൽകുന്നത്. നമ്മൾ വിചാരിക്കും പോലെ കേവലം വെറുതെ മലക്കുകൾ ഇങ്ങനെ ഇറങ്ങി അവരെ സഹായിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹു തആല മുഅ്ജിസത്തായി ഒരു സംഗതി നൽകി എന്നതല്ലാതെ ശരിയായ അർത്ഥത്തിലുള്ള നല്ല തയ്യാറെടുപ്പിൽ ഏറ്റവും നല്ല ഈ പറയുന്ന അർത്ഥത്തിലുള്ള സമർപ്പണത്തിനാണ് അല്ലാഹു തആല വിജയം നൽകുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എന്തായാലും സർവാധിനാഥനായ റബ്ബ് ഇതിൽ നിന്നൊക്കെ പാഠങ്ങൾ ഉൾക്കൊണ്ട് നമ്മുടെ ജീവിതത്തെ ശരിയായ അർത്ഥത്തിലേക്ക് പരിവർത്തിപ്പിക്കാനുള്ള ഉദവി നൽകി നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹൽ അദീം ലി വലക്കും വഅസ്തഗ്ഫിഹി അന്നി വഅൻകും വഅൻ ജമീഇൽ മുസ്ലിമീന വൽ മുഅ്മിനീന അജ്മഈൻ വസ്തഗ്ഫിറുഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. الحمد لله حمدا كثيرا كما أمر وأشهد أن لا إله إلا الله وحده لا شريك له المتعالي عن المشاركة والمشاكلة لسائر البشر وأشهد أن محمدا عبده ورسوله النبي المعتبر. أيها الناس أوصيكم عباد الله وإياي تقوى الله واعلموا أن الله تعالى صلى على نبي قديما فقال تعالى إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. اللهم ارض عن الأربعة الخلفاء الراشدين المهديين عن أبي بكر الصديق وعمر الفاروق وعثمان ذي النورين وعلي المرتضى وعن بقية الصحابة القرابة كلهم أجمعين وعن التابعين وتابع التابعين وتابعهم بإحسان إلى يوم الدين. പ്രിയ സഹോദരങ്ങളെ, ഒരിക്കൽ കൂടി ഞാൻ എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും അള്ളാഹുവിൻ്റെ ആജ്ഞാനിർദ്ദേശങ്ങൾക്ക് വിധേയപ്പെട്ട് തഖ്വയിൽ അധിഷ്ഠിതമായി വിശുദ്ധ ജീവിതം നയിക്കണമെന്ന് വീണ്ടും വസിയ്യത്ത് ചെയ്യുകയാണ്. സർവാധിനാഥനായ റബ്ബ് നമ്മളെല്ലാവരെയും ആ നിലയിൽ അനുഗ്രഹിക്കുമാറാവട്ടെ. വിശുദ്ധ റമദാനിൻ്റെ അനുഗ്രഹീതമായ പകലാണ്. വെള്ളിയാഴ്ച ജുമുഅ ദിനത്തിലാണ്, ഖുതുബയാണ്.
എന്തായാലും പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇന്ന് ഖുത്ബയ്ക്ക് കയറുമ്പോൾ മുതൽ തന്നെ ഭയങ്കരമായ എന്തോ ഒരു അസ്വസ്ഥതയുണ്ട്. പറയാൻ കഴിയാത്ത പോലെ തോന്നാണ്. സംസാരം ഇങ്ങനെ വരാത്ത പോലെ, സംസാരിക്കാൻ കഴിയാത്ത പോലെയൊക്കെ തോന്നാണ്. എന്തോ ഒരു ഭയങ്കരമായ ഒരു മരവിപ്പ് ഉള്ളിൽ. എന്താണെന്ന് അറിയില്ല. അള്ളാഹുവിന് മാത്രമല്ലേ കാര്യങ്ങളൊക്കെ അറിയുള്ളൂ. പടച്ച റബ്ബ് നമ്മളെല്ലാവരെയും എല്ലാ നിലയിലും അനുഗ്രഹിക്കുമാറാവട്ടെ. ഒന്ന് രണ്ടാളുകൾ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്. അതിലൊരു സഹോദരൻ 2-3 വർഷമായി ആക്സിഡൻ്റായി തൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി ദുആ ചെയ്യാൻ പറയുന്നുണ്ട്. അല്ലാഹു തആല ആ സഹോദരൻ്റെ പ്രിയതമയ്ക്ക് എല്ലാ അർത്ഥത്തിലുമുള്ള ഷിഫ നൽകി സർവാധിനാഥനായ റബ്ബ് അനുഗ്രഹിക്കുമാറാവട്ടെ. ഫിത്ർ സക്കാത്തിൻ്റെ കാര്യം ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഫിത്ർ സക്കാത്ത് നമ്മൾ അവസാന ദിവസം തിക്കിത്തിരക്കിൽ കൊണ്ടേ കൊടുക്കാതെ കുറച്ച് നേരത്തെ കൊടുക്കാവുന്നതാണ്. ഏകദേശം പകുതിയൊക്കെ ആകുകയാണല്ലോ റമദാൻ. അപ്പോൾ ഇനിയിപ്പോൾ വൈകാതെ അത് കൊടുക്കാം. ഒരാൾക്ക് 100 രൂപ എന്ന കണക്കിൽ തീരുമാനിച്ചിട്ടുണ്ട്. അത് നമ്മളിവിടെ കൊടുത്ത് ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അത് ഒന്നുകൂടി എളുപ്പമാകും. അല്ലെങ്കിൽ അവസാന ദിവസം കൊണ്ട് കൊടുക്കുമ്പോൾ അരി എടുക്കാനൊന്നും പറ്റാത്ത അവസ്ഥ വരും. ലേശം മുമ്പേ കൊടുക്കുന്നതാണ് നല്ലത്. അപ്പോൾ അത് കഴിയുന്ന പോലെ ഈ ആഴ്ചയും അടുത്ത ആഴ്ചയൊക്കെയായിട്ട് അത് കൊടുത്ത് തീർക്കണം. കുറച്ച് നേരത്തെ കൊടുത്ത് അവസാനിപ്പിക്കണമെന്ന് കൂടി ഒന്ന് ഉണർത്തുകയാണ്. എന്തായാലും അള്ളാഹു നമ്മളെല്ലാവരെയും ആ നിലയിലൊക്കെ അനുഗ്രഹിക്കുമാറാവട്ടെ. വിശുദ്ധ റമദാൻ നമ്മളിൽ നിന്ന് കടന്നു പോവുകയാണ്. ഏതൊക്കെ അർത്ഥത്തിലാണ് നമ്മളുടെ കാര്യത്തിൽ സ്വീകരിക്കപ്പെട്ടിട്ടുള്ളത്, സ്വീകരിക്കപ്പെടുന്നത് എന്ന് നമുക്കാർക്കും അറിഞ്ഞുകൂടാ. വിശുദ്ധ റമദാൻ നാളെ പരലോക നാളിൽ സാക്ഷി പറയാനായി അവിടെ വരും. അനുകൂലമാകാം, ചിലപ്പോൾ പ്രതികൂലമായ സാക്ഷിയാകാം. പ്രതികൂലമായ സാക്ഷ്യമാണ് വരാനിരിക്കുന്നത് എങ്കിൽ അള്ളാഹു നമ്മളെ കാത്ത് രക്ഷിക്കുമാറാവട്ടെ. അത് ജീവിതത്തിലെ മഹാദുരന്തമായിരിക്കും. സർവാധിനാഥനായ റബ്ബ് ഈ കടന്നു പോകുന്ന വിശുദ്ധ റമദാനിനെ അനുകൂലമായി സാക്ഷ്യമാക്കി തീർത്ത് നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവെ, ഞങ്ങളെ നീ അനുഗ്രഹിക്കണേ തമ്പുരാനെ. പടച്ചവനെ, ജീവിതത്തിൽ അത്രമാത്രം പാപങ്ങൾ വന്നു പോയ മനുഷ്യരാണ് ഞങ്ങൾ. കണ്ണുകൊണ്ട്, കാതുകൊണ്ട്, കൈകൊണ്ട്, കാലുകൊണ്ട്, നാവുകൊണ്ട്, റബ്ബേ ഞങ്ങളുടെ ഹൃദയങ്ങൾ കൊണ്ട്, പടച്ചവനെ ഞങ്ങളുടെ ചിന്തകൾ കൊണ്ട് പാപങ്ങൾ നിറഞ്ഞ ജീവിതത്തിൻ്റെ ഉടമകളാണ് ഞങ്ങൾ. സർവാധിനാഥനായ റബ്ബേ, വിശുദ്ധ റമദാനിൻ്റെ അനുഗ്രഹീതമായ ഈ ജുമുഅ ദിനത്തിൽ ഇതായി മിമ്പറിൽ നിന്നുകൊണ്ട് റബ്ബേ നിന്നിലേക്ക് കൈ ഉയർത്തുകയാണ്. പടച്ചവനെ, ഞങ്ങളുടെ പാപങ്ങളൊക്കെയും ഞങ്ങൾക്ക് നീ പുറത്ത് മാപ്പാക്കി തരണേ തമ്പുരാനെ. അല്ലാഹുവേ, പാപങ്ങളൊന്നും ഞങ്ങളുടെ കാര്യത്തിൽ നീ ബാക്കിയാക്കല്ലേ പടച്ചവനെ. പരലോക നാളിൽ അല്ലാഹുവേ ഏറ്റവും സന്തോഷത്തോടെ നിന്നെ കണ്ടുമുട്ടാൻ ആഗ്രഹിക്കുന്നവരാണ് ഞങ്ങൾ. അല്ലാഹുവേ, ആ നിലയിൽ ഞങ്ങൾ നീ അനുഗ്രഹിക്കണേ പടച്ചവനെ. അല്ലാഹുവേ, ഞങ്ങൾ അനുഷ്ഠിച്ച ഈ നോമ്പ്, അനുഷ്ഠിച്ച് കഴിഞ്ഞു പോയ റമദാനിലെ വിശുദ്ധമായ നോമ്പുകൾ ഒക്കെ ഞങ്ങളുടെ കാര്യത്തിൽ നീ സ്വീകരിക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ തറാവീഹ് നമസ്കാരങ്ങൾ, ഞങ്ങളുടെ ഖുർആൻ പാരായണങ്ങൾ, ഞങ്ങൾ നിർവഹിച്ച ദാനധർമ്മങ്ങൾ ഒക്കെയും അല്ലാഹുവേ ഞങ്ങൾ ഇന്ന് സ്വീകരിക്കണേ പടച്ചവനെ. അല്ലാഹുവേ, അത് സ്വീകരിച്ച റബ്ബേ ദുനിയാവിലും ആഖിറത്തിലും ഞങ്ങൾക്ക് നീ സലാമത്തായി ജീവിതം തരണേ തമ്പുരാനെ. എല്ലാ പ്രയാസങ്ങളിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബാദികളെയും ഞങ്ങൾക്ക് വേണ്ടപ്പെട്ട മുഴുവൻ മനുഷ്യരെയും നീ കാത്തുരക്ഷിക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, എല്ലാ അർത്ഥത്തിലും ജീവിതത്തിലുടനീളം ഞങ്ങൾക്ക് നീ ബർക്കത്ത് നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, നല്ല ആരോഗ്യമുള്ള ഈമാനുള്ള ദീർഘായുസ് കൊണ്ട് ഞങ്ങളെ നീ അനുഗ്രഹിക്കണേ തമ്പുരാനെ. ഇനിയും പല റമദാനുകളിലൂടെ കടന്നു പോകാനും ആ റമദാനുകളെയൊക്കെ കാര്യക്ഷമമായി ഉപയോഗപ്പെടുത്താനും ഉള്ള തൗഫീക്ക് കൊണ്ട് ഞങ്ങളെ നീ അനുഗ്രഹിക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾക്ക് നീ പുറത്തു കൊടുക്കണേ പടച്ചവനെ. അല്ലാഹു, അവരിന്ന് ജീവിച്ചിരിക്കുന്നവർക്ക് പടച്ചവനെ നല്ല ആഫിയത്തുള്ള ഈമാനുള്ള ദീർഘായുസ് കൊണ്ട് അവരെ നീ അനുഗ്രഹിക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങൾ ഇന്ന് മരണപ്പെട്ടു പോയ മാതാപിതാക്കൾക്ക് പടച്ചവനെ സ്വർഗം കൊണ്ട്, അല്ലാഹുവേ പാപമോചനം കൊണ്ട്, നിന്റെ കാരുണ്യം കൊണ്ട്, കബറിടത്തിന്റെ വിശാലത കൊണ്ട് അവരെ നീ അനുഗ്രഹിക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങൾക്ക് നൽകുന്ന ജീവിത വിഭവങ്ങൾ, ഞങ്ങളുടെ ആയുസ്, ആരോഗ്യം, സമ്പത്ത്, സന്താനങ്ങൾ, ദീന ദുനിയാവ് സർവ്വകാര്യങ്ങളിലും ബർക്കത്ത് നൽകി ഞങ്ങളെ നീ അനുഗ്രഹിക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, എല്ലാ അർത്ഥത്തിലും അനുഗ്രഹീതമായ ജീവിതം ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യണേ പടച്ചവനെ. അല്ലാഹുവേ, ഇനിയൊരു റമദാൻ ഞങ്ങൾക്കുണ്ടോ എന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ പടച്ചവനെ. ഇനിയൊരു നോമ്പ് ഞങ്ങളുടെ ജീവിതത്തിലുണ്ടോ എന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. അല്ലാഹുവേ, വിശുദ്ധ റമദാനിൽ ഇനിയും ഒരു ജുമുഅ ദിനം ഞങ്ങൾക്കുണ്ടാകുമോ എന്നും ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. അല്ലാഹുവേ, ഈ ജുമുഅ നമസ്കാരം കഴിഞ്ഞ് ഇവിടെ നിന്ന് പിരിഞ്ഞു പോകുന്നത് പാപങ്ങൾ പൊറുക്കപ്പെട്ട മനുഷ്യരായി പിരിഞ്ഞു പോകാനുള്ള ഉദവി നൽകി ഞങ്ങളെ നീ അനുഗ്രഹിക്കണേ തമ്പുരാനെ. അല്ലാഹു, ഒരു പാപവും ഞങ്ങളുടെ ജീവിതത്തിൽ നീ ബാക്കി വെക്കല്ലേ പടച്ചവനെ.
പാപമില്ലാത്ത നല്ല ജീവിതം നയിക്കാനുള്ള ഉദവി തരണേ തമ്പുരാനെ. അള്ളാഹുവേ, സകല സൃഷ്ടികളോടുമുള്ള ഹക്കുകൾ പൂർത്തിയാക്കാനുള്ള ഉദവി തരണേ പടച്ചവനെ. കടബാധ്യതകളിൽ പെട്ടുപോയ പലരും കൂടെയുണ്ട്, ഞങ്ങളുടെ കൂടെയുണ്ട് പടച്ചവനെ. ജീവിതത്തിൽ പല ഘട്ടങ്ങളിൽ പല ആവശ്യങ്ങൾക്ക് വേണ്ടി കടം വാങ്ങിപ്പോയതാണ്. അള്ളാഹുവെ, ആ കടബാധ്യതകളിൽ നിന്നൊക്കെ മുക്തമായി ഏറ്റവും സന്തോഷത്തോടെ ആരോടും ഹക്കുകൾ ബാക്കി വെക്കാതെ ഈ ലോകത്തുനിന്ന് വിട പറയാനുള്ള സൗഭാഗ്യം നൽകി ഞങ്ങൾ നീ അനുഗ്രഹിക്കണേ പടച്ചവനെ. അള്ളാഹുവേ, മാരകങ്ങളും ഭയാനകങ്ങളുമായ രോഗങ്ങളിൽ നിന്ന് ഞങ്ങൾ നീ കാത്തുരക്ഷിക്കണേ പടച്ചവനെ. അള്ളാഹുവെ, കിടപ്പിലായി പോകുന്ന രോഗാവസ്ഥയിൽ നിന്ന് ഞങ്ങൾ നീ കാത്തുരക്ഷിക്കണേ തമ്പുരാനെ. അള്ളാഹുവെ, അങ്ങനെ കിടപ്പിലായി പോകേണ്ടി വന്നാൽ അള്ളാഹുവെ, മറ്റുള്ളവർക്ക് ഞങ്ങൾ ഭാരമായി പോകുമോ എന്ന് ഞങ്ങൾ ഭയപ്പെട്ടു പോവുകയാണ്. അള്ളാഹുവെ, അത്തരത്തിലുള്ള വിഷമങ്ങളിൽ നിന്ന് ഞങ്ങൾ നീ കാത്തുരക്ഷിക്കണേ തമ്പുരാനെ. അള്ളാഹുവെ, ഈ ഇരിക്കുന്ന ആളുകളുടെ കൂടെ കച്ചവടക്കാർ ധാരാളമുണ്ട്. അള്ളാഹുവെ, കച്ചവടമൊക്കെ വളരെ പ്രയാസം പിടിച്ചൊരു നാളിലൂടെ കടന്നു പോവുകയാണ്. സാമ്പത്തിക മാന്ദ്യങ്ങൾ രൂക്ഷമാണ് പടച്ചവനെ. ഞങ്ങളുടെ പ്രിയപ്പെട്ട കച്ചവടക്കാരുടെ കച്ചവടത്തിൽ നീ ബർക്കത്ത് ചെയ്യണേ തമ്പുരാനെ. അള്ളാഹു, അവരുടെ സമ്പത്തിൽ നീ ബർക്കത്ത് ചെയ്യണേ പടച്ചവനെ. ഹലാലായ സമ്പാദ്യം കൊണ്ട് അവരെ നീ അനുഗ്രഹിക്കണേ തമ്പുരാനെ. കർഷകരുണ്ട് അള്ളാഹുവെ, അവരുടെ കൃഷിയിൽ നീ ബർക്കത്ത് ചെയ്യണേ പടച്ചവനെ. തൊഴിലാളികളാണ് ഈ ഇരിക്കുന്ന കൂടെ കുറെ ആളുകൾ നിത്യവൃത്തിക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്നവരാണ്. ഓട്ടോറിക്ഷ ഓടിക്കുന്നവർ കൂടെയുണ്ട്, ചുമട്ട് തൊഴിലെടുക്കുന്ന ആളുകളുണ്ട്, കടകളിലും വീടുകളിലും ജോലി ചെയ്യുന്ന ആളുകളുണ്ട്, പലതരത്തിലുള്ള ഉദ്യോഗങ്ങളിൽ കഴിയുന്ന ആളുകളുണ്ട്. അല്ലാഹുവേ, ഞങ്ങളുടെ തൊഴിലാളികളെയൊക്കെ നീ അനുഗ്രഹിക്കണേ പടച്ചവനെ. അവർക്കൊക്കെയും നല്ല ആരോഗ്യം കൊണ്ട് സമ്പത്തിൽ ബർക്കത്ത് കൊണ്ട് അവരെ നീ അനുഗ്രഹിക്കണേ തമ്പുരാനെ. അള്ളാഹു, ഈ പള്ളി ഇതിനനുബന്ധമായ സൗകര്യങ്ങൾ ഇതിനൊക്കെ സാമ്പത്തികമായി സഹായിച്ചവരും സഹായിക്കുന്നവരുമുണ്ട്. അള്ളാഹു, അവരെ നീ അനുഗ്രഹിക്കണേ തമ്പുരാനെ. പടച്ചവനെ, ഞങ്ങളുടെ മക്കളുടെ കാര്യത്തിൽ നീ ഹൈറായ തീരുമാനമെടുക്കണേ തമ്പുരാനെ. ദലാലത്ത് നിറഞ്ഞ് ഇരുട്ട് നിറഞ്ഞ കാലത്തിലൂടെ കടന്നു പോവുകയാണ്. അള്ളാഹുവെ, ഞങ്ങളുടെ മക്കളുടെ കാര്യത്തിൽ നീ ഹൈറായ തീരുമാനമെടുക്കണേ തമ്പുരാനെ. അവർക്ക് നല്ല ഹൈറായ ഇണകളെ കൊണ്ട് അവരെ നീ അനുഗ്രഹിക്കണേ തമ്പുരാനെ. അള്ളാഹുവെ, സാലിഹ്യങ്ങളും സാലിഹാത്തുകളുമായ മക്കളെ കൊണ്ടവരെ നീ അനുഗ്രഹിക്കണേ തമ്പുരാനെ. അള്ളാഹുവെ, ഹിദായത്തിന്റെ വഴിയിലൂടെ ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും നീ നടത്തണേ പടച്ചവനെ. ചോദിക്കാൻ ബാക്കിയാക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് ജീവിതത്തിൽ പടച്ചവനെ, എല്ലാം അറിയുന്ന തമ്പുരാനെ. ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് ചോദ്യങ്ങളുണ്ട്, പ്രാർത്ഥനകളുണ്ട്. അത് ഹൈറായ കാര്യങ്ങളൊക്കെയും ഞങ്ങളുടെ കാര്യത്തിൽ സ്വീകരിക്കണേ പടച്ചവനെ. ആ ചോദ്യങ്ങളിൽ ഏറ്റവും കാര്യപ്പെട്ട ചോദ്യം, റബ്ബേ, ഏറ്റവും സന്തോഷവാന്മാരായി ഈമാനോടെ ഈ ലോകത്തുനിന്ന് വിട പറയാനുള്ള ഒരവസരം റബ്ബേ നിന്നോട് ഞങ്ങൾ ചോദിക്കുന്നു പടച്ചവനെ. നാളെ പരലോക നാളിൽ സന്തോഷത്തോടെ നിന്നെ കണ്ടുമുട്ടുന്നവരിൽ ഉൾപ്പെടാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അള്ളാഹുവേ, നിന്റെ തണലുകൊണ്ട് തണലേറ്റുവാങ്ങാൻ ഞങ്ങൾ കൊതിക്കുന്നു പടച്ചവനെ. അള്ളാഹു, എന്നിട്ട് റസൂലിന്റെ ഹൗദിൽ നിന്ന് പാനം ചെയ്യാൻ ഏറെ ആഗ്രഹിക്കുന്നു. അള്ളാഹുവേ, ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഞങ്ങളുടെ കാര്യത്തിൽ നീ പൂർത്തീകരിച്ച് തരണേ പടച്ചവനെ. അതെന്തുകൊണ്ടും നേടിയെടുക്കാൻ കഴിയാത്തതാണ് റബ്ബേ, നിന്റെ ഉദവി മാത്രമാണ് ഞങ്ങളുടെ ശരണം പടച്ചവനെ. ഞങ്ങൾ നീ അനുഗ്രഹിക്കണേ തമ്പുരാനെ. ഞങ്ങളുടെ പ്രാർത്ഥനകളെ ഞങ്ങളുടെ കാര്യത്തിൽ സ്വീകരിക്കണേ അള്ളാഹുവേ. ലോക മുസ്ലിങ്ങളെ നീ അനുഗ്രഹിക്കണേ പടച്ചവനെ. ഗസയുടെ മണ്ണിലെ പോരാട്ട ഭൂമിയിലെ ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ നീ അനുഗ്രഹിക്കണേ പടച്ചവനെ. അള്ളാഹുവേ, ഞങ്ങളുടെ പ്രാർത്ഥന നീ ഉത്തരം നൽകണേ തമ്പുരാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. اللهم اعزنا فلا تضلنا يا رب العالمين. اللهم اجرنا من النار، اللهم اجرنا من النار، اللهم اجرنا من النار. اللهم لا تشغل خلقنا بالنار فلا تجعلنا من حطب النار فإنها بئس الدار وبئس المثوى وبئس القرار. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان فلا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون ولذكر الله أكبر والله يعلم ما تصنعون.